ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കുടിയൊഴിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് 2 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവായതായി കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിൽ 2000-ഓളം വ്യാപാരികൾക്ക് ഇതിന്റെ ആശ്വാസം ലഭിക്കും. കരിവള്ളൂർ മുതൽ മുഴപ്പിലങ്ങാട് വരെയുള്ള 90-ഓളം വ്യാപാരികളാണ് വ്യാപാരി സമിതിയുടെ നേതൃത്വത്തിൽ കോടതിയെ സമീപിച്ചതെന്നും ഭാരവാഹികൾ അറിയിച്ചു. 12 ആഴ്ചകൾക്കുള്ളിൽ വിധി നടപ്പിലാക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവെന്നും ഭാരവാഹികൾ പറഞ്ഞു. വ്യാപാരി സമൂഹം ഇത്രമാത്രം പ്രതിസന്ധി നിൽക്കുമ്പോൾ കണ്ണൂർ ജില്ലയിൽ മാത്രം 2000-ലധികം വ്യാപാരികൾ ഒഴിഞ്ഞു പോകുന്ന സ്ഥിതി വന്നപ്പോൾ അവർക്ക് ഗവൺമെൻറ് തീരുമാനിച്ച നഷ്ടപരിഹാരം, ഹൈക്കോടതി വിധി കൊടുക്കണമെന്ന് പറഞ്ഞ നഷ്ടപരിഹാരം, അതും ഒരു താമസവുമില്ലാതെ എത്രയും പെട്ടെന്ന് ഈ ഒഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾക്ക് നൽകുന്നതിന് വേണ്ടി ഗവൺമെൻറ് തയ്യാറാവണമെന്നും അത് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നും കൂടി ആഗ്രഹിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളത്. നമുക്കെന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട അധികാരികളെയും ഗവൺമെൻറ് ഭാഗത്തെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ വ്യാപാരി വ്യവസായി സമിതി കഴിഞ്ഞ 38 വർഷമായി വ്യാപാരികളുടെ വിവിധങ്ങളായ വിഷയങ്ങൾ ഏറ്റെടുത്ത് വ്യാപാരികൾക്ക് വേണ്ടി വലിയ പോരാട്ടങ്ങൾ നടത്തിയ ഒരു സംഘടനയാണ്. ഐതിഹാസികമായ ഒരു സമരത്തിൻ്റെ പരിസമാപ്തി എന്നുള്ള നിലയിൽ നമുക്ക് തുച്ഛമാണെങ്കിലും ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലും ഭൂവുടമകളും കെട്ടിടuടമകളും മാത്രം നഷ്ടപരിഹാരത്തിന് അർഹരാകുമ്പോൾ കേരളത്തിൽ വാടക കെട്ടിടത്തിൽ ഉപജീവനത്തിനായി വ്യാപാരം ചെയ്യുന്ന വ്യാപാരികളെ കൂടി ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറായത് നമ്മുടെ അതിശക്തമായ സമരത്തിൻ്റെ കൂടി ഭാഗമാണ്. കഴിഞ്ഞ 15 വർഷത്തോളമായി ഈ വിഷയം ഉന്നയിച്ച് വ്യാപാരി വ്യവസായി പ്രക്ഷോഭത്തിൻ്റെയും ഇടപെടലിൻ്റെയും ഭാഗമായി 2 ലക്ഷം രൂപ നഷ്ടപരിഹാരവും മറ്റ് ചെലവുകളും ചേർത്ത് 2,86,000 രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന് ഗവൺമെൻറ് ഉത്തരവിറക്കുകയുണ്ടായി. ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഭൂവുടമകൾക്കും കെട്ടിട ഉടമകൾക്കും മാത്രമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി നഷ്ടപരിഹാര പാക്കേജിൽ ഉൾപ്പെടുത്തിയത്. വർഷങ്ങളോളം കച്ചവടം ചെയ്ത വ്യാപാരികളെ ഒരു നഷ്ടപരിഹാരവും നൽകാതെ തെരുവിലേക്ക് തള്ളിവിട്ട് സർക്കാർ തീരുമാനിച്ച് വളരെ ചെറിയ നഷ്ടപരിഹാര പാക്കേജ് പോലും നൽകാത്തതിനെ തുടർന്നാണ് സമിതിയുടെ നേതൃത്വത്തിൽ ഒഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾ കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോനാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. വ്യാപാരികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് ലിൻഡൻസ് സി ഡേവിഡ്, അഡ്വക്കേറ്റ് മഹേഷ് വി രാമകൃഷ്ണൻ എന്നിവർ ഹാജരായി. വാർത്താസമ്മേളനത്തിൽ വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി PM സുഗുണൻ, ജില്ലാ പ്രസിഡന്റ് വിജയൻ, ആക്ഷൻ കമ്മിറ്റി കൺവീനർ വി ഉണ്ണികൃഷ്ണൻ, ജില്ലാ ട്രഷറർ എ ഹമീദ് ഹാജി എന്നിവർ ഹാജരായി. വാർത്താസമ്മേളനത്തിൽ വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി PM സുഗുണൻ, ജില്ലാ പ്രസിഡന്റ് വിജയൻ, ആക്ഷൻ കമ്മിറ്റി കൺവീനർ വി ഉണ്ണികൃഷ്ണൻ, ജില്ലാ ട്രഷറർ എ ഹമീദ് ഹാജി എന്നിവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള 100% വിജയചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ITI. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 4.5 പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം. കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് NCVT സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ITI. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, KGCE ഈവനിംഗ് ബാച്ചുകൾ, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, 50% ഫീസ് ഇളവോട് കൂടിയ സ്കോളർഷിപ്പുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.